എൻ്റെ പറഞ്ഞാൽ പല്ല് വേദന. മഴ അങ്ങ് മാറിയുള്ളൂ. ഡോക്ടർ മരുന്ന് ശരിക്കും കഴിക്കുന്നുണ്ടോ? വന്നായിരുന്നോടാ? എനിക്കെങ്ങനെ അറിയണേ? ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പൊ ഞങ്ങൾ പോയ ഉടനെ നീ കിടന്ന് ഉറങ്ങിയാ? ഉറങ്ങിയെങ്കിൽ ഞാനിവിടെ നിക്കോ? എന്തെന്ന് അയ്യോ എനിക്ക് പറ്റില്ല, വേണമെങ്കിൽ പേടുത്തൂടി. അവളെ കൊണ്ടുപോയില്ലല്ലോ, അതിന്റെ ദേഷ്യോ? അതെ എനിക്ക് ദേഷ്യോ. ആ ദേഷ്യം കൈ വെച്ചാൽ മതി നിന്റെ. എടേ എവിടെയും നിന്ന് മാച്ച് കുടിക്കാന്ന് നീ വിചാരിക്കണം. നീ അപ്പുറത്തെങ്ങാനും പോയി എടുത്ത് കുടിക്കും. ക്ലീറ്റ് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. എന്തൊരു അബദ്ധം പറ്റിയ അമ്മക്ക്. നമ്മളാ വളവിരിക്കണ കേശവന്റെ കടയില്ലേ, അതിനിപ്പോ ഞാൻ അത് അലൂത്തിക്കണം. എന്താണ് ഇത്ര ചിരിക്കാന്? തമാശ കളിക്കല്ലേ? പോകാം. ഞാൻ ചോദിച്ചോട്ടെ, അമ്മായി അമ്മയും പിന്നെ മോളും കൂടെ പോയിട്ട് ഇതാണ് എടുത്തോണ്ട് വന്നേ? ഞാൻ അവരോട് 42 പറഞ്ഞു. 42? നിന്റെ എടി ഞാൻ 42 ഉപേക്ഷിച്ചിട്ട് കുറെ നാളായില്ല. 44 വേണ്ട എനിക്ക്. ക്ലീറ്റ് ഇങ്ങനെ ദിവസം ദിവസം വണ്ണം വെച്ചാൽ തിരിഞ്ഞ് മാറ്റി ലീറ്റ പാവം തോന്നുന്നു. എനിക്ക് കണ്ടിട്ട് ശ്വാസം വിടാൻ പറ്റുന്നുണ്ടോ? ഇതിപ്പോ എനിക്ക് എന്നെ ഈ കോൺക്രീറ്റ് ഇട്ട് നിർത്തിക്കും പോലെ ഉണ്ട്. കൈകാലം നോക്കാൻ പറ്റില്ല. നീ ചിരിക്കല്ലേ തങ്ക കേട്ടാ. നിന്റെ ഈ കൊല ചിരി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഷർട്ട് എനിക്ക് പാകമല്ലാതാകുമ്പോ നിനക്ക് ഇത് വിട്ടോണ്ട് തൊഴിലുറപ്പിന്റെ പണിക്ക് പോവല്ലോ. ഫുൾ സ്ലീവ് ഒന്ന് ലാഫ് സ്ലീവ് ഇട്ടോണ്ട് പെണ്ണുങ്ങളെ നിൽക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നീ അങ്ങനെ വിചാരിക്കണ്ട. ഈ ഷർട്ട് ഇല്ല, മാറ്റാൻ ഞാൻ തീരുമാനിച്ചില്ലടി. ഞാനേ വണ്ണം കുറച്ചിട്ടായാലും ഈ ഷർട്ട് ഞാൻ അത് കൊള്ളാം, അങ്ങനെ നിന്നാ കൊള്ളാം. ഇനി കാറ്റൊന്നും വിട്ടേ ഇല്ല. എനിക്ക് ഇത്ര വയറൊന്നും അങ്ങനെ അധികം ഇല്ല. ഇത് ക്ലീറ്റൊരു ചേരില്ല, നമുക്ക് കനകനും എടുക്കാം. ഊര് എന്തോ അങ്ങനെ ഒരുത്തിനും കൊടുക്കണ്ട. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഇല്ല, നല്ലതാ. കുഴപ്പമില്ലല്ലേ? എന്നാലും പോയി മേടിച്ചോണ്ടൊന്ന് ഇരുന്നിരുന്ന അമ്മായിയമ്മ മേടിച്ചെന്ന സാധനം എന്താ ഇത്? പഴയത് എവിടെ മേടിച്ചു? ചൊറിയണല്ലോടി ഇത്. പിന്നെ കുളിക്കണം. എന്തോ കുളിച്ചാൽ കുഴപ്പമില്ല. എന്നും കൃത്യമായിട്ട് കുളിക്കുന്ന ഒരാള്. കളറ് കൊള്ളായിരുന്നു. പക്ഷേ ഒക്കെ പോയില്ലേ മോനെ? അല്ലടി, ഇത് നമ്മുടെ എതിർ പാർട്ടിയുടെ കൊടിയുടെ കളറാണല്ലോ ഈ ഷർട്ട്. കണ്ടോ? അതിപ്പോ മനഃപൂർവ്വ. നിന്റെ ആങ്ങളെ ഉണ്ടല്ലോ, അവൻ മനഃപൂർവ്വം പറഞ്ഞു വിട്ടിട്ടുണ്ടാവും അമ്മയുടെ ഈ കളറിനെ എടുത്തോണ്ട് വരാൻ. അത് തന്നെ. എന്നാ ഇതൊന്നും ഞാൻ വൈകിട്ട് കത്തിക്കും, നീ കണ്ടോണം. പിന്നെ നിന്റെ നാത്തൂനുണ്ടല്ലോ, അവളെ ആദ്യം ഒന്ന് നിലയ്ക്ക് തരണം. അവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കും. ഞാൻ അവളോട് നീ എവിടെ പോയി ചോദിച്ചപ്പോ എന്നെ കൊന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്തൊക്കെയാ പറഞ്ഞോളൂ. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനും അമ്മയും കൂടി വന്ന് സാധനങ്ങളൊക്കെ കണ്ടപ്പോഴത്തേനും കാണിച്ചിട്ടുണ്ട് ഒറ്റ പോക്ക്. കെട്ടിയോനും കെട്ടിയോളും കൂടെ എന്തെങ്കിലും പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ടാവും. ആയിരിക്കും. ക്ലീറ്റ ഊരി കളർ ക്ലീറ്റ. എനിക്ക് ശ്വാസം മുട്ടണം. കുഴപ്പമൊന്നുമില്ലല്ലേ? കുഴപ്പമുണ്ടല്ലോ, നല്ല കുഴപ്പമുണ്ട് ക്ലീറ്റ. ആകെ എനിക്ക് കൊള്ളാവുന്ന പോക്കറ്റ് മാത്രമേ ഉള്ളൂ ക്ലീറ്റ് ഇട്ടിട്ട്. അതിനകത്താണെങ്കിൽ ഇടാനൊന്നും ഇല്ലല്ലോ. എനിക്കല്ലേ പോ കളിക്കാതെ. തമാശ കളിക്കണം. Alien versus Alien.